നീണ്ടുകിടക്കുന്ന ഹൈവേയിലൂടെ വേണം പോകാൻ. മുന്നറിയിപ്പുകൾ പകർന്ന ചെറിയൊരാശങ്കയുമായി സഞ്ചാരം തുടരുകയാണ്. ഈ സ്പീഡിലാണോ ചേട്ടാ എന്നും വണ്ടി ഓടിക്കുന്നേ? അധികാലം ഓടിക്കേണ്ടി വരത്തില്ല കേട്ടോ. 3 കൊച്ചമ്മമാരുടെ ജീവന് ഞാൻ ഉത്തരം പറയേണ്ടി വരും. ദൈവമേ, ഇതെവിടെ എത്തിയ എന്റെ ആറ്റുകാൽ ഭാസ്കര. അങ്ങനെ ഒരു ദൈവം ഇല്ല. ഇത്തരം സന്ദർഭങ്ങളിൽ ഇല്ലാത്ത ദൈവത്തെ വരെ വിളിച്ചു പോകും. ഞാനൊന്നും മിണ്ടുന്നില്ല. ഞാനൊരു വികാര ജീവിയാണ്. വികാരജീവി. സെൽഫി മതിയായില്ല നിനക്ക്? ഇങ്ങനെ ഒരു കുരിപ്പിനെ ഞാൻ കണ്ടില്ലല്ലോ. ഇതിനെ നീ ഇപ്പിണ്ടാക്കിയതാണോ? പോടാ നീ പോടാ പട്ടി. இந்த கோழியை பார்த்தாலே தெரியும் நல்ல ടേസ്റ്റ്. നിങ്ങൾ വേറെ തല പിടിക്കല്ലേ? രണ്ടുപേരും കൂടി ഇങ്ങോട്ട് വിളമ്പിക്കോ. ആ പ്രശ്നം സോൾവ് ആവട്ടെ. ആഹാരം കഴിക്കുന്ന എങ്ങനെയെന്ന് മാമൻ കാണിച്ചു തരാം. ഇങ്ങനെ വയറ് നിറച്ച് ആഹാരം കഴിക്കാനുള്ള യോഗം ഉണ്ടാവണേ. ആക്രാന്തം കാണിക്കാതെ. ഇത് ആരും എടുത്തോണ്ട് പോകുന്നില്ല. ഒന്ന് പതുക്കെ തിന്നെ. ഞങ്ങള് പഴയ ഫ്രണ്ട്സ്. ചിക്കൻ 65, തന്തൂരി 25, മട്ടൺ 85. ഇതൊക്കെ കഴിച്ചാണ് ഞാൻ എന്റെ ബോഡി മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ശകലകലാവല്ലഭൻ. വളരെ ഞാൻ എന്താണോ ഇങ്ങനെ ആയിപ്പോയത്? താൻ ചിന്തിച്ചിട്ടുണ്ടോ? A few moments later. അങ്ങനെ എല്ലാവരും വെട്ടി വിഴുങ്ങിക്കൊണ്ട് പാത്രങ്ങളിൽ എല്ലും കിടുവും ബാക്കി വെച്ചുകൊണ്ട് വീട്ടിലേക്ക് യാത്രയായി.